ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കയ്യിൽ പഴയ നൈറ്റിയും അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റിൽ എറിയുന്ന ഇതേപോലത്തെ പഴയൊരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീട്ടിലെ പൊടിതട്ടിയായിട്ടും അതേപോലെ തന്നെ മോപ്പായിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റമാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ഞാനിതിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ പഴയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ നമുക്ക് ഈ ഒരു നെക്ക് ഭാഗം ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ആവശ്യം വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിതിൻ്റെ ഒരു നെക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു മോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴയ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നൈറ്റി ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ നൈറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ ലെഗിനോ ടീഷർട്ടോ അതേപോലെ തന്നെ ബനിയൻ ടൈപ്പ് ബനിയനൊക്കെ നമുക്ക് ഈ ഒരു മോപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കോട്ടൻ്റെ പഴയ നൈറ്റിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു നൈറ്റിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം നമുക്കിതിന് വേണ്ട. ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. താഴ്ഭാഗമാണ് കേട്ടോ നമുക്കിതിന് വേണ്ടിയത്. ഈ ഒരു താഴ്ഭാഗം ഞാൻ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് നീളത്തിലൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു റിബൺ ടൈപ്പിൽ ഇതേപോലെ ലൈനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ പീസസ് വേണം. നമ്മുടെ മോപ്പിന് കുറേ വേണമല്ലോ. അപ്പോൾ തുടയ്ക്കാനും പൊടി തട്ടാനൊക്കെ കുറേ വേണമല്ലോ ഈ ഒരു ഇത്. അപ്പോൾ ഇത് അതേപോലെ ഞാൻ 1/4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു റിബൺ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ വേഗത്തിൽ തന്നെ ഇങ്ങനെ വലിച്ച് കീറാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് വെട്ടിയതിന് ശേഷം ഇനി നമുക്കിത് മുഴുവനായിട്ട് ഞാൻ കത്രിക വെച്ച് വെട്ടുന്നില്ല കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇതാ അതേപോലെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഇതേപോലെ ഒന്ന് വെട്ടിയതിന് ശേഷം എന്നിട്ട് ഞാനിങ്ങനെ വലിച്ച് കീറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കീറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ 1/4 ഇഞ്ച് വീതിയിൽ ഞാനിത് അതെല്ലാം ഇവിടെ ഇതേപോലെ ഒരു റിബൺ ആകൃതിയിൽ ഷേപ്പിൽ ഞാനിതെല്ലാം ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റീൻ്റെ അടിഭാഗമാണ് കേട്ടത്. ഈ അടിഭാഗം നമ്മൾ നീളമൊക്കെ കൂടിപ്പോയാൽ മടക്കി അടക്കില്ല. ഈ ഭാഗം ഞാനിത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അടിഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അത് കുറച്ച് കട്ടിയുള്ള ഭാഗമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനായിട്ടുള്ള ഭാഗം മാത്രം മതി. അപ്പോൾ അടിഭാഗം അതാ ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറേ റിബൺസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വെട്ടിയെടുക്കുന്ന സമയത്ത് നല്ല നീളത്തിലുള്ള റിബൺസുകളാണ് കേട്ടോ എല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ കുറേയേറെ തന്നെ ഞാനിതിവിടെ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കിത് ഒരു 2 ഭാഗമാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. വെട്ടിയിട്ടുള്ള എല്ലാ റിബണും ഇതേപോലെ 2 പാർട്ടാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പകുതി ഇതേപോലെ 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഇൻഡു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടിവശത്ത് ക്രോസായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ തെറ്റ് ആകൃതിയിൽ ഇതേപോലെ ഒന്ന് ക്രോസായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പകുതി ആക്കിയതിൽ നിന്നും പകുതി ഇതേപോലെ ക്രോസായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 റിബണും കൂടെ വേണം കേട്ടോ അതൊന്ന് കെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ കളറ് മാറ്റിയെടുത്തിട്ടുണ്ട്. കെട്ടിയെടുക്കുന്ന റിബണൊന്ന് കളറ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റിബണ് ഇതിൻ്റെ അടിവശത്ത് കൂടെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിവശത്ത് കൂടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോസായി വെച്ചതിൻ്റെ അടിവശത്ത് കൂടിയിട്ട് ഇതേപോലെ റിബണ് 2 റിബൺ ഇതേപോലെ എടുത്തിട്ട് നടുക്ക് ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ കെട്ടിട്ട് കൊടുക്കുന്നത്. നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ 2 കെട്ട് ഇതേപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ കെട്ടിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും ഇതേ രീതിയിൽ കെട്ടി വരുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോഴും അതേപോലെ പൊടി തട്ടുമ്പോഴും ഒന്നും ഇതിൻ്റെ ഈ ഒരു മോപ്പിൻ്റെ നൂല് പെട്ടെന്നൊന്നും നീങ്ങി വരില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ.
ഇനി ഈ കെട്ടിട്ടെടുത്തിട്ടുള്ള ഭാഗം ഇതേ രീതിയിലൊന്ന് കൂട്ടി പിടിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതേപോലെ 2 കെട്ടിട്ടെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കൂട്ടി പിടിക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള മോപ്പിനുള്ള ഈ ഒരു തുണികൾ ഇവിടെ കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു 2 പാർട്ടും ഒന്നായി നിൽക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള തുണികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അടപ്പുണ്ടല്ലോ, ബോട്ടിലിൻ്റെ മുകൾ ഭാഗം, ഈ ഒരു മുകൾ ഭാഗം നമുക്ക് 4 ഭാഗത്തും ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിത് ഇവിടെ വെച്ചിട്ട് കെട്ടിയെടുക്കാനുള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 4 ഭാഗവും ഞാനിതാ ഈ ഒരു ബോട്ടിലിൻ്റെ 4 ഭാഗവും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കത്തി ചൂടാക്കിയിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു 4 ഭാഗത്തും കയറ് ഓട്ടിയിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കെട്ടിട്ടെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് കൂടെ ഒരു റിബണും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതാ ഒരു ചുവപ്പ് റിബണും കൂടെ ഒരു തുണീൻ്റെ പീസും കൂടെ ഞാനിതാ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഇട്ടതിന് ശേഷം ഈ ഒരു ബോട്ടിലിൻ്റെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഹോളിൽ കൂടെ ഒന്ന് ഓട്ടിയിട്ട് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഈ ഒരു മോപ്പിൻ്റെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അതേപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഹോളിൽ കൂടും ഈ ഒരു റിബണിൻ്റെ തല എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. ഇപ്പം നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ബോട്ടിൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത് നീങ്ങി പോവേ വീണ് പോവേ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കെട്ടിയെടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സ്റ്റിക്കാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ തുടയ്ക്കുന്നതിൻ്റെ പഴയ മോപ്പിൻ്റെയൊക്കെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പഴയ പൈപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നീളമുള്ള ഒരു സ്റ്റിക്കാണ് കേട്ടോ നമുക്കിതിനായിട്ട് വേണ്ടത്. ഇപ്പം ഞാൻ പഴയ മോപ്പിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റിക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഈ ഒരു സ്റ്റിക്കിൻ്റെ അറ്റഭാഗം ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ കടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ, ലൂസ് ഉണ്ടെങ്കിൽ കേട്ടോ. ലൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തിരികിയിട്ട് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി, നല്ല ടൈറ്റ് ചെയ്ത് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു സ്റ്റിക്ക് വീണ് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല ഒട്ടിയിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ, ഉരുകി ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്തും പൊടി തട്ടുന്ന സമയത്തൊന്നും ഉരു വീഴാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിനാണ് നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് കേട്ടോ. ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉരുകി പറ്റിയിട്ട് അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിതിൻ്റെ ഈ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കടത്തി വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോപ്പ് ഉണ്ടാക്കാനായിട്ട്. നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയിലുള്ള മോപ്പാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടൻ്റെ തുണി തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബനിയൻ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ പഴയ ടീഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതേപോലെ പഴയ ലെഗിൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു മോപ്പിനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ബനിയൻ ടൈപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് കോട്ടൻ്റെ നൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജനലൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റിലൊക്കെ ഉള്ള ജനലും അതേപോലെ ഡോറുകളും വിൻഡോ ടൈല് എല്ലാം നമുക്ക് ഈ ഒരു മോപ്പ് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇതേപോലെ ഇതിൻ്റെ അറ്റഭാഗമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുന്നത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൂങ്ങി നിൽക്കുന്ന അറ്റഭാഗമൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഇതേപോലെ മുടിയൊക്കെ വെട്ടുന്നത് പോലെ. അപ്പോൾ എല്ലാ പീസസും നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല കറക്റ്റ് നീളത്തിൽ തന്നെ നിന്നോളില്ല. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ക്ലോത്തൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് ജനലൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന പൊടി തട്ടിയായിട്ട് ഉപയോഗിക്കുക. അതെല്ലാം നമുക്ക് ഫാനും പിന്നെ നമ്മളെ ഹൈറ്റിലുള്ള എന്തും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മോപ്പ് സ്റ്റിക്ക് കൊണ്ടിട്ട്. അപ്പോൾ നല്ല നീളമുള്ള സ്റ്റിക്കാകുമ്പം
ഏറ്റവും നല്ല ഹൈറ്റിലും നമുക്കിത് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ബനിയൻ ടൈപ്പ് ആയിരിക്കും എടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈറ്റിൽ നമ്മുടെ കബോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, കിച്ചണിലുള്ള ഹൈറ്റിലുള്ള കബോർഡുകളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും. ഫാനിൻ്റെ മുകളിലുള്ള പൊടി തട്ടുക, തുടയ്ക്കുക, അതേപോലെ തന്നെ നമ്മുടെ ഡോറുകൾ ഏറ്റവും ഹൈറ്റിൽ നമ്മളെ കയ്യെത്താത്ത ഭാഗത്തുള്ള എന്തും നമുക്ക് ഈ ഒരു മോപ്പ് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വരെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ മോപ്പ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ പഴയ നൈറ്റിയും പഴയ ബനിയൻ ടൈപ്പ് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലത്തെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ടും കത്തിച്ചിട്ടൊന്നും കളയണ്ട. ഈ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ മോപ്പ് തന്നെയാണ്. ഇപ്പോൾ ജനലൊക്കെ ഇതേ രീതിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ. പൊടിയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലുള്ള മാറാലയും അഴുക്കെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുക്കറിൻ്റെ വാഷർ ലൂസായി പോവും, അടുപ്പിനിടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റായി നിന്നില്ലെങ്കിലോ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് വിസിൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലൂസായിട്ടുള്ള വാഷർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്രീസറിൽ വെക്കട്ടോ. കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു റബ്ബർ ടൈറ്റ് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും മുട്ട യൂസ് ചെയ്യുന്നവരാണല്ലോ. മുട്ട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തോല് നമ്മൾ ഒഴിവാക്കി കളയും. അപ്പോൾ ഒരെണ്ണം ഇതേ രീതിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന എലി പെരിച്ചായി എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് ഈ മുട്ടത്തോട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടത്തോടാകുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയല്ലോ. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു മുട്ടത്തോടായത് കൊണ്ടിട്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബിസ്ക്കറ്റും കൂടെ പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കയ്യിൽ തണുത്ത ബിസ്ക്കറ്റ്, പഴയ എക്സ്പയറി ആയ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആട്ടയോ മൈദയോ ഏതാണോ ഉള്ളത് അതെടുക്കുക. അപ്പം ഞാൻ ആട്ടപ്പൊടി ഒരു സ്പൂൺ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 സ്പൂണ് ആട്ടപ്പൊടി ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ. പനീൻ്റെ ഒക്കെ പാരസെറ്റമോൾ ഗുളികയൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളിക ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് എടുക്കാം കേട്ടോ. അപ്പോൾ 2 ഗുളിക എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് പൊടി രൂപത്തിൽ നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. അത് കുഴച്ചെടുക്കുന്ന സമയത്ത് വിനാഗിരിയിലായിരിക്കണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നത് പോലെ ഒരു മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കൈവച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ എലി എവിടെയാണോ വരാറുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തറയിലും അതേപോലെ തന്നെ പുറത്ത് നമ്മൾ ചെടി കൃഷിയൊക്കെ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ആയിരിക്കും എലി വരാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഓരോ ഉരുളകൾ ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എലി ഇത് വന്നിട്ട് കഴിക്കും. രാത്രി സന്ധ്യാസമയമായി കഴിഞ്ഞാലാണ് എലി മാളത്തിൽ നിന്നും പുറത്തോട്ടേക്ക് ഭക്ഷണം തേടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഓരോ ഉരുളകളും എടുത്തിട്ട് എലി വരാറുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ എലി വന്ന് ഈ ഒരു ഉരുളകൾ ഇങ്ങനെ കഴിച്ചിട്ട് അവരുടെ വയറ്റിൽ ഭയങ്കര പരവേശം കൊണ്ടിട്ട് എലി അവിടെ വിട്ട് പോയിക്കോളും. പിന്നെ ഒരിക്കലും എലി വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിതിൽ മുട്ടത്തോടും അതേപോലെ തന്നെ വിനാഗിരിയും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ എന്തായാലും എലീൻ്റെ വയറ്റിൽ നിന്ന് ഭയങ്കര ഒരു പരവേശമായിരിക്കും. പിന്നെ നമ്മളിതിൽ വിനാഗിരി
ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വിനാഗിരിയും ഉള്ളത് കൊണ്ടിട്ട് തന്നെ എലിക്ക് ഭയങ്കര ഒരു അസഹ്യമായ വേദന ഉണ്ടാവും വയറ്റിലൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ഓരോ ഉരുളകളും എലി വന്ന് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും പിന്നെ എലി വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഇന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.